ഹോർമുസ് നാവിക ഉപരോധം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസിലെ നിയമവിരുദ്ധ പോലീസിംഗ് തുടർന്നാൽ യുഎസ് പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ പട്ടാള മേധാവി ആസിം മുനീറുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ചർച്ച നടത്തി. അതിനിടെ ട്രംപിന്റെ യുദ്ധാധികാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് യുഎസ് സെനറ്റിൽ ഡെമോക്രാറ്റ് പ്രതിനിധി കൊണ്ടുവന്ന പ്രമേയം 47-നെതിരെ 52 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾക്ക് അനുവദിച്ചിരുന്ന താൽക്കാലിക ഇളവ് ഇനി പുതുക്കില്ലെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, അപ്പോൾ ഹോർമുസ് ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നുണ്ട്. കൃത്യമായൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് അവിടെ എത്താൻ സാധിക്കുന്നില്ല. അതിനിടയിലാണ് ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നത്. പക്ഷേ അറിയേണ്ടത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരമൊരു ചർച്ച നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അതിന് എപ്പോഴാണ്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികളിൽ മാറ്റം ഉണ്ടാകുമോ? കൂടുതൽ ഉപാധികളുമായി ഏതെങ്കിലും രാജ്യം രംഗത്തെത്തുമോ? എന്തെങ്കിലും സമവായം ഉണ്ടാകുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് അറിയേണ്ടതുണ്ട്. സമാധാന ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു നാസർ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ വൈറ്റ് ഹൌസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ തന്നെയായിരിക്കും ചർച്ച നടക്കുക. പക്ഷെ ചർച്ച എപ്പോൾ നടക്കും, ഏത് സമയത്തായിരിക്കും എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. കാരണം ഈ മാസം 22 വരെയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുത്തിയ താൽക്കാലിക വെടിനിർത്തലിന്റെ കാലപരിധി. ആ 22-ന് മുമ്പ് തന്നെ ഒരു ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ പാക് പട്ടാള മേധാവി ആസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സംഘം തെഹ്റാനിലെത്തി ഇപ്പോൾ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നേരം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ട് പാക് സംഘം ചർച്ച നടത്തിയിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന പല ഉപാധികളും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് മധ്യസ്ഥ രാജ്യം കൂടിയായിട്ടുള്ള പാകിസ്ഥാൻ ഇറാനെ അറിയിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം രണ്ടുപേരും ഇതിന്റെ എന്തൊക്കെ ഉള്ളടക്കങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണം, അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ പരമാധികാരം, ഇറാനുള്ള നഷ്ടപരിഹാരം, ഭാവിയിൽ ഇറാനെതിരെ യുദ്ധമുണ്ടാവുകയില്ല എന്ന ഉറപ്പ് എന്നതുൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഈ ചർച്ചയിൽ കടന്നു വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെയെങ്കിലും ഇസ്ലാമാബാദിൽ ആ ചർച്ച നടക്കുമെന്ന് തന്നെയാണ് വൈറ്റ് ഹൌസ് സ്ഥിരീകരിക്കുന്നത്. മറ്റൊരു വേദിയിലേക്ക് ചർച്ച മാറ്റാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഇന്നലെ വൈറ്റ് ഹൌസ് വക്താവ് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷെ അതേസമയം തന്നെ ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമാധാന ദൗത്യങ്ങൾ ഒരു ഭാഗത്ത് വളരെ ഊർജിതമായി തുടരുന്നു. പക്ഷെ അതേ ഘട്ടത്തിൽ തന്നെയാണ് ഭീഷണികളും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ബലപ്രയോഗ സാധ്യതകളിലേക്കും ഈ സംഘർഷം നീളുന്നതിന്റെ സൂചന കൂടി ഉണ്ട്. കാരണം പുതുതായിട്ട് ഒരു 10,000 സൈനികരെ കൂടി ഈ മേഖലയിൽ വിന്യസിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നതായിട്ടാണ് പെന്റഗൺ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമുസിൽ ഇപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ നാവിക ഉപരോധം എന്നത്. ആ ഉപരോധം ഇനിയും തുടരുകയാണെങ്കിൽ കുറെ കൂടി കടുത്ത നിലപാടുകൾ കൈക്കൊള്ളേണ്ടി വരുമെന്നാണ് ഇന്നലെ IRGC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നിപ്പം ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനയുടെ ഉപദേശകനും അതേ മുന്നറിയിപ്പാണ് നൽകുന്നത്. കാരണം അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ ഏത് സമയം വേണമെങ്കിലും തങ്ങൾ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഈ പരമോന്നത ആത്മീയ നേതാവിന്റെ ഉപദേശകൻ നൽകിയിരിക്കുന്നത്. IRGCയും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുക മാത്രമല്ല, ഈ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് കടത്തുകൂടി തങ്ങൾ വിചാരിച്ചാൽ ആ നിമിഷം നിർത്തിവെപ്പിക്കാൻ സാധിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ IRGC നൽകിയിട്ടുണ്ട്. അപ്പോൾ സംഘർഷവും ഭീഷണിയും ഒക്കെ ഒരു ഭാഗത്ത് തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര നീക്കങ്ങൾ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. റഷ്യയും ചൈനയുമാണെങ്കിൽ ഈ സംഘർഷം ഇനിയും നീണ്ടു നിൽക്കാൻ അനുവദിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകുന്നു. അമേരിക്കയുടെ ഉപരോധം ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലുകൾ സുഗമമായി തന്നെ ഈ ഹോർമുസിലൂടെ കടന്നു പോകുന്നതായിട്ട് ചൈന പ്രഖ്യാപിക്കുന്നു. പിന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ജിദ്ദയിൽ സൗദി കിരീടാവകാശിയുമായിട്ട് സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നു. അങ്ങനെ പല നിലക്കും ഈ സമ്മർദ്ദമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ പോലും ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. ഈ നിലവിലുള്ള നാവിക ഉപരോധം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കൊക്കെ ഒരു മാസത്തേക്ക് ഇറാനിന്റെ എണ്ണ വാങ്ങാനായിരുന്നു അനുമതി. അതിനിപ്പോൾ ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ ഉടമ്പടി അല്ലെങ്കിൽ ആ ഇളവ് ഇനി പുതുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നത്. US ട്രഷറി സെക്രട്ടറി തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ രണ്ടു കൂട്ടരും കുറെ കൂടി ഭിന്നതകളിലേക്ക്, സംഘർഷത്തിലേക്ക് നീങ്ങും. അത് ഒഴിവാക്കാനുള്ള അവസാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുന്നത്. ജിൽസി.
യെസ്, അപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഹോർമുസിൽ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുന്നു. കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഹോർമുസ് ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നു. പക്ഷേ ലോകത്തിന്റെ പ്രതീക്ഷ തുടങ്ങിവെച്ച ചർച്ചകളിലാണ്. അത് ശുഭപര്യാവസ്ഥയായി ആകുമെന്നുള്ള പ്രതീക്ഷ, സംഘർഷം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അപ്പോൾ